ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എസ്സേ ആണ്. എസ്സേയുടെ പേര് ഐ നോ വാട്ട് യു തിങ്ക് ഓഫ് മീ. ഇറ്റ് ഈസ് റിട്ടൺ ബൈ ടിം ക്രേഡർ. അപ്പോൾ നമുക്ക് എസ്സേയിലോട്ട് പോകുന്നതിന് മുമ്പ് ഓദറിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ടിം ക്രേഡർ ഒരു അമേരിക്കൻ റൈറ്റർ ആയിരുന്നു, കാർട്ടൂണിസ്റ്റ് ആയിരുന്നു, എസ്സേയിസ്റ്റ് ആയിരുന്നു. ആൻഡ് അദ്ദേഹം തന്നെ വർക്ക്സ് എപ്പോഴും ഹ്യൂമറസ് ആയിട്ടാണ് എഴുതാറുള്ളത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന റിഫ്ലക്ഷൻ ഓൺ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് റിലേഷൻഷിപ്പ്. അതായത് നമ്മളുടെ റിയൽ ലൈഫ്, റിയലായിട്ടുള്ള നടക്കുന്ന കാര്യങ്ങൾ, ഹ്യൂമൻ്റെ ബിഹേവിയർ, ഹ്യൂമൻ്റെ റിലേഷൻഷിപ്സ്, അത് നടക്കുന്ന അപ്സ് ആൻഡ് ഡൗൺസ്, ഇതൊക്കെ തന്നെയാണ് അദ്ദേഹം തൻ്റെ വർക്ക്സിൽ എപ്പോഴും ഡിപ്പിക്റ്റ് ചെയ്യാറുള്ളത്. അതായത് നമ്മളുടെ ലൈഫിൽ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ, നമ്മളുടെ മുന്നിൽ വെച്ച് നമ്മളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെട്ട് നമ്മളോട് നല്ല രീതിയിൽ സംസാരിച്ച് നമ്മൾ അഡ്മയർ ചെയ്ത് നമ്മളെപ്പറ്റി ഒരുപാട് പുകഴ്ത്തിയൊക്കെ സംസാരിക്കും നമ്മളുടെ മുന്നിൽ. ബട്ട് ബിഹൈൻഡ് അവർ ബാക്ക് നമുക്കറിയില്ല നമ്മളെ പറ്റി അവരെന്താ പറയുന്നതെന്ന്. അപ്പോൾ ഈ എസ്സേയിൽ ഈ ഓദറിന് എന്താ, ഒരു ദിവസം തൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടിനെ കുറിച്ച്, അതായത് തന്നെ കുറിച്ചുള്ളൊരു മെസ്സേജ് തനിക്ക് എന്നെ അറിയാതെ ഫോർവേഡായിട്ട് വന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഡിസ്കഷനാണ് ഈ എസ്സേ. ആൻഡ് മനുഷ്യരുടെ ഓരോരോ പേഴ്സ്പെക്റ്റീവ്സും അതിനെക്കുറിച്ചൊക്കെ, പേഴ്സെപ്ഷൻസ് അബൌട്ട് അതേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നൊരു എസ്സേ ആണ് ഇത്. ഇതൊരു ബ്യൂട്ടിഫുൾ പീസ് ഓഫ് വർക്കാണ്. നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും, കാരണം ഒരു യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് ആണല്ലേ ഇത്. ഇപ്പോൾ തന്നെ നമുക്ക് വാട്സാപ്പിലൊക്കെ അറിയാതെ നമ്മളെ പറ്റി നമ്മളുടെ മെസ്സേജ് വേറെ ഒരാൾക്ക് ഫോർവേഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് തന്നെ സെൻഡ് ചെയ്യും, പിന്നെ അവരെ ഡിലീറ്റ് ഫോർ എവരിവൺ അടിക്കാൻ മറന്നു പോകും. അപ്പോൾ അങ്ങനത്തെ ഇൻസ്റ്റൻസസ് പോലുള്ളൊരു എസ്സേ ആണ് ഇത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത്രേ ഉള്ളൂ. നമ്മളെ പറ്റിയുള്ള ഒരു കൊള്ളാത്ത കാര്യം നമ്മളെ മുന്നിൽ പറയാതെ ബിഹൈൻഡ് അവർ ബാക്ക് പറയുന്നു. അതിൻ്റെ റീസൺ എന്തായിരിക്കാം, അത് നല്ലതാണോ ചീത്തതാണോ എന്നൊക്കെ പറയുന്നൊരു എസ്സേ ആണ് നമുക്ക് പഠിക്കാനുള്ള എസ്സേ. ഓക്കെ, അപ്പോൾ ഈ എസ്സേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം ഒരു ആക്സിഡൻ്റൽ ഇമെയിലിൻ്റെ കാര്യം വെച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു ഇമെയിൽ റിസീവായി, ബട്ട് ഇറ്റ് വാസ് നോട്ട് ഇൻറ്റൻഡഡ് ഫോർ ഹിം. അതായത് അത് അദ്ദേഹത്തിന് വേണ്ടി അയച്ചൊരു ഇമെയിൽ ആയിരുന്നില്ല, ബട്ട് അദ്ദേഹത്തിനൊരു മെയിൽ റിസീവായി. അപ്പോൾ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ എന്തിൻ്റെ കാര്യം വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ഒരു ഇമെയിൽ റിസീവ് ആയെന്ന് വെച്ചാൽ, ഒരു ദിവസം അദ്ദേഹം ഹാഡ് റെൻറ്റഡ് എ ഹേർഡ് ഓഫ് ഗോഡ്സ് ആൻഡ് ഹാഡ് സെൻഡ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദം ടു സം പീപ്പിൾ. അതായത് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം അദ്ദേഹം കുറച്ച് ഗോട്ടിനെ ബോറോ ചെയ്തു വേറൊരു ഓണറിൻ്റെ കയ്യിൽ നിന്ന്. അതായത് റെൻ്റായിട്ട് ഒരു ഹേർഡ് ഓഫ് ഗോഡ്സിനെ വാങ്ങിച്ചു. എന്നിട്ട് ആ ഗോട്ട്, അതായത് ആടിൻ്റെയൊക്കെ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ തന്നെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്തു. എന്നിട്ട് പറയാണ് ഇത് എൻ്റെ ആടാണ്, ഇത് നല്ല ആടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നതായിട്ട്. അപ്പോൾ ഫ്രണ്ട്സിനെ അയച്ചപ്പോൾ ഫ്രണ്ട്സ് ആദ്യം ഒരുപാട് പേര് പോസിറ്റീവ് റെസ്പോൺസ് തരികയും വളരെ ചെറിയ ആൾക്കാർ ജെലസ് ആയിട്ട് നിൽക്കുകയും ചെയ്തു. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഇപ്പോൾ റിസീവ് ആയിട്ടുള്ള മെയിലിൽ അദ്ദേഹത്തിൻ്റെ കുറ്റം പറയുന്നതായിട്ട് ഒരു മെസ്സേജ് കണ്ടതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. അപ്പോൾ അദ്ദേഹം പറയാണ്, മോസ്റ്റ് ഓഫ് ദ റെസ്പോൺസസ് വെർ പോസിറ്റീവ്, ബട്ട് വൺ റെസ്പോൺസ് വാസ് ആക്സിഡൻ്റലി സെൻഡ് ടു ഹിം ഈവൻ ദോ ഇറ്റ് വാസ് ഇൻറ്റൻഡഡ് ഫോർ ദ റെസിപ്പിയൻസ് co-workers. The message commented on Crader's spending and suggested that he was wasting his income on goats. അതായത് ആ ഒരു മെസ്സേജ് അയച്ചപ്പം, അതായത് അദ്ദേഹത്തിന് അയച്ച മെസ്സേജ് അല്ല, പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ മെസ്സേജാണ്. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഗോട്ടിനെയൊക്കെ റെൻറ്റിനെടുത്തു. അപ്പോഴത്തേക്കും അദ്ദേഹത്തിന് പൈസ ഒരുപാട് സ്പെൻഡ് ആയി പോവില്ലേ. അപ്പോൾ ആവശ്യമില്ലാതെ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യും, അനാവശ്യമായിട്ടുള്ള സ്പെൻഡിങ് ഹാബിറ്റ്സ് അദ്ദേഹത്തിനുണ്ട് എന്നൊക്കെയാണ് ആ മെയിലിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ദ റൈറ്റർ യൂസ്ഡ് ദ എക്സ്പ്രഷൻ ഓഫ് OOF, വിച്ച് ക്രൈഡർ അണ്ടർസ്റ്റുഡ് ആസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഡിസപ്രൂവൽ. അതായത് ആ മെയിൽ അയച്ച ആളുണ്ടല്ലോ, ഊഫ് എന്നൊരു എക്സ്പ്രഷനാണ് ഇട്ടേക്കുന്നത്, OOF. അപ്പോൾ അത് കണ്ടപ്പം നമ്മളുടെ ഈ റൈറ്ററിന്, അതായത് ക്രൈഡറിന് തോന്നി അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ് ഓഫ് ഡിസപ്രൂവലാണ്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല താനിങ്ങനെ ഗോട്ടിനെ റെൻറ്റിന് എടുത്തത് എന്നൊക്കെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. ജസ്റ്റ് ഊഫ് എന്നൊരു വാക്ക് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം അസ്യൂം ചെയ്യാണ് അദ്ദേഹത്തിനെ കുറിച്ച് ബാഡ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. സംതിങ് വെരി ബാഡ് ഈസ് ടോക്കിംഗ് ബിഹൈൻഡ് ഹിസ് ബാക്ക്. അദ്ദേഹത്തിന് അങ്ങനെയാണ് അപ്പോൾ ഫീൽ ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സ്റ്റണ്ടായിട്ട് നിൽക്കുകയാണ്. കാരണം തൻ്റെ മുന്നിൽ ഇത്രയും നല്ലതുപോലെ നിന്നിട്ട് പുറകിൽ നിന്ന് തന്നെ പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോരുത്തർ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് നമ്മളുടെ ഓദർ. അപ്പോൾ ഇവിടെ വാട്ട് മേക്സ് ദ സിറ്റുവേഷൻ പെയിൻഫുൾ ഇസ് നോട്ട് നെസസറിലി ദാറ്റ് ദ പേഴ്സൺ സെഡ് സംതിങ് എക്സ്ട്രീംലി ക്രൂവൽ. Rather, Crader was hurt because he accidentally discovered what someone really thought about him when they believed he was not listening. അതായത് നമ്മളിപ്പോൾ ഒരാളെ പറ്റി കുറ്റം പറയാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ ആൾ അവിടെ ഇല്ല എന്നൊരു ഉറപ്പിലായിരിക്കും നമ്മൾ അയാളെ പറ്റി കുറ്റം പറയുക. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്, എൻ്റെ ആബ്സെൻസിൽ എന്നെക്കുറിച്ച് ഇത്രയും മോശമായിട്ടാണോ എന്നെ അറിയാവുന്നവരിങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ ഓർത്ത് അദ്ദേഹം വിഷമിച്ചിട്ട് നിൽക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് അദ്ദേഹം സംസാരിക്കുന്നത്
ഒരു കാര്യം. അപ്പോൾ ഇങ്ങനൊരു ഇമെയിൽ കിട്ടി, മെയിൽ വായിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡ് വേറൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ മനസ്സിൽ വന്നു. അതായത് തൻ്റെ പ്രൈവറ്റ് ചാറ്റ്സ് എല്ലാം പബ്ലിക്കിലോട്ട് പാസ്സായ എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കാമായിരിക്കാം എന്നൊരു തോട്ട് അദ്ദേഹത്തിന് വന്ന്. അതായത് നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കും, മറ്റുള്ളവരുടെ ചീത്തതും നല്ലതും എല്ലാത്തിൻ്റെ ഒരു മിക്സ്ചർ ആയിരിക്കുമല്ലേ നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം ചെയ്യുക, അങ്ങനെ ആയിരിക്കത്തില്ലല്ലോ. എല്ലാത്തിൻ്റെ ഒരു മിക്സ്ചർ ആയിരിക്കും. അപ്പോൾ അതെല്ലാം ഇതേ കണക്ക് പബ്ലിക്കായിട്ട് പോയാൽ എന്ത് സംഭവിക്കാം എന്ന് അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഓതറിൻ്റെ പേര് പറയേണ്ടാത്തത് കൊണ്ട് ഞാൻ സ്പീക്കർ എന്ന രീതിയിൽ സംസാരിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ക്രെയ്ഡറിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ സ്പീക്കർ ഇങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഫ്രൈറ്റനിങ് ആയിട്ടുള്ള, ഈ പേടിപ്പിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ. അപ്പോഴത്തേക്കും അദ്ദേഹം പറയാണ്, ഹി സേസ് ദാറ്റ് ദ മോസ്റ്റ് ഡെവസ്റ്റേറ്റിംഗ് സൈബർ അറ്റാക്ക് ഇമാജിനബിൾ വുഡ് ബി വൺ ദാറ്റ് മെയ്ഡ് എവറി ഇമെയിൽ ആൻഡ് ടെക്സ്റ്റ് മെസ്സേജ് എവർ സെൻറ്റ് പബ്ലിക്കലി അവൈലബിൾ. അതായത് നമ്മളുടെ പ്രൈവറ്റ് മെസ്സേജും ഇമെയിലും എല്ലാം പബ്ലിക്കലി എല്ലാവരും കാണുന്ന രീതിയിലാക്കി വിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും മോസ്റ്റ് ഡെവസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു കമ്പാരിസൺ വെക്കുകയാണ്. നമ്മളുടെ യൂണിവേഴ്സിൽ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള ന്യൂക്ലിയർ ഫോഴ്സ് എടുത്ത് കളഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിച്ചേക്കാം എന്ന് അദ്ദേഹം പറയുകയാണ്. അതായത് ഒരു ന്യൂക്ലിയർ ഫോഴ്സിൽ എല്ലാ കാര്യങ്ങളും, എല്ലാ മാറ്ററും അടിക്കാൻ ടുഗദറായിട്ട്, അതായത് ഒരുമിച്ച് കൂടെ നിൽക്കുകയായിരിക്കും. അതുകൊണ്ടിട്ടാണ് അതിനൊരു സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് കിട്ടുന്നത്. പക്ഷെ അത് അതിൻ്റെ ഫോഴ്സ് കുറഞ്ഞു തുടങ്ങി, അത് മാറ്റേഴ്സ് ഒരുമിച്ച് നിൽക്കുന്നത് മാറി അതിൻ്റെ ഫോഴ്സ് കുറയും അല്ലേ. അതുപോലെ ഇവിടെ ജസ്റ്റ് ആസ് എ ന്യൂക്ലിയർ ഫോഴ്സ് ഹോൾസ് മാറ്റർ ടുഗെദർ, ദ തിങ്സ് പീപ്പിൾ ഡെലിബറേറ്റ്ലി ലീവ് അൺസെഡ് ഹെൽപ്പ് ഹോൾഡ് സൊസൈറ്റി ടുഗെദർ. അതായത് നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളല്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, human relationships obviously depends on tact, politeness, omissions and white lies. White lies എന്ന് വെച്ചാൽ സ്വീറ്റ് ആയിട്ടുള്ള നുണകൾ. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളുടെ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, ആർ യു ലുക്കിംഗ് ഗുഡ്. ഒരു എക്സാമ്പിൾ മാത്രമാണ്. അതായത് ഞാൻ ഇന്ന് ഒരുങ്ങി വന്നത് കാണാൻ കൊള്ളാവോ. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ബട്ട് സ്റ്റിൽ ആ ആൾ വിഷമിക്കാതിരിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടിട്ട് ചിലവരെന്ത് ചെയ്യും, യു ലുക്ക് ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് വിടും. അപ്പോൾ അത് ഞാനിപ്പോൾ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനെ കുറ്റം പറയുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ തരാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, എവ്രി വൺ ഈസ് ബ്യൂട്ടിഫുൾ ഇൻ ദെയർ ഓൺ മീ. ഓക്കെ, പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളുടെ മുന്നിൽ നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും പറയുന്നത് ഉള്ളത് തന്നെ ആയിരിക്കണമെന്നില്ലല്ലോ. ചില സമയത്ത് നമ്മൾ ചിലവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വരെയാണ്, അപ്പോൾ ആ സിറ്റുവേഷനിൽ ഒരു പ്രോബ്ലം മുന്നോട്ട് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ ആ ആളൊന്ന് കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ കുഴപ്പമല്ല, അത് പെട്ടെന്ന് നമുക്ക് ശരിയാക്കാം എന്നൊക്കെ പറയുന്ന ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പോൾ അതാണ് വൈറ്റ് ലൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നല്ലതായിട്ടുള്ള കള്ളങ്ങൾ. കാരണം ചില റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ഓൺ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ വൈറ്റ് ലൈസും പിന്നെ അതേപോലെ തന്നെ പൊളൈറ്റ്നെസ്, ഒമിഷൻസ്, ടാക്റ്റ് ഇതൊക്കെ വേണമെന്നാണ് സ്പീക്കർ പറയുന്നത്. അപ്പം എല്ലാ പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മുടെ ചിന്തകളും എല്ലാ നെഗറ്റീവ് കമൻസും എല്ലാം സഡൻലി പബ്ലിക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിനെയും മാരേജിനെയും ബിസിനസ് റിലേഷൻഷിപ്പിനെയും എല്ലാം അഫക്റ്റ് ചെയ്യും. അത് നമ്മളുടെ റിലേഷൻഷിപ്പ് മൊത്തത്തിൽ കൊളാപ്സ് ആക്കും. അപ്പോൾ ആൾക്കാർ അവരുടെ പാർട്ട്നേഴ്സിനെ കുറിച്ചും ഫ്രണ്ട്സിനെ കുറിച്ചും കൊളീഗ്സിനെ കുറിച്ചും ഒക്കെ അവരുടെ ബിഹൈൻഡ് ദ ബാക്കിൽ എന്താണ് പറയുന്നത്, അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്ന് അറിയുകയാണെങ്കിൽ ചിലപ്പം അവിടെ ആർഗ്യുമെൻറ്റ്സും ഡിവോഴ്സും സ്കാൻഡൽസും വയലൻസ് വരെ വന്നേക്കാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഇത്രയും എക്സാജറേറ്റ് ചെയ്ത് സ്പീക്കർ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, the speaker humorously shows how much society depends upon not knowing everything that what others think. അതായത് ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് നമ്മൾ അറിയാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഓക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ അത് അറിയാൻ, ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്നു അറിഞ്ഞാൽ അവരുടെ വാലിഡേഷനൊക്കെ കിട്ടാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയേണ്ടിയും വരും, അവർ ബാക്കിയുള്ളവർ ചിന്തിക്കുന്നതായിട്ട്. പിന്നീട് അദ്ദേഹം തനിക്ക് ആദ്യം റിസീവ് ചെയ്ത ഇമെയിൽ ഉണ്ടല്ലോ, ആക്സിഡൻ്റൽ ഇമെയിൽ, അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുകയാണ്. അതായത് സ്പീക്കർ പറയണ എന്താണെന്ന് വെച്ചാൽ, ചിലപ്പം ആ ഒരു ഊഫ് എന്നൊരു വാക്കുണ്ടല്ലോ, ഊഫ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോഴാണല്ലോ ഈ സ്പീക്കറിന് കുറച്ച് ഒഫൻഡഡ് ആയിട്ട് ഫീൽ ആയത്. അപ്പോൾ ചിലപ്പം അതൊരു ഇൻസൾട്ട്, സീരിയസ് ഇൻസൾട്ട് അല്ലായിരിക്കാമെന്ന് അദ്ദേഹം തന്നെ പറയാണ്. അതായത് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, നമ്മളിപ്പം നെറ്റിലൂടെ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചാൽ അവർ നമ്മൾ മനസ്സിലാക്കിയ ടോൺ ആയിരിക്കില്ല അവർ ചിലപ്പോൾ മനസ്സിലാക്കുന്നത്, നമ്മളെ നല്ല അറിയാത്ത വ്യക്തികളാകുമ്പോൾ. സോ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം. അപ്പോൾ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ഈസിലി ക്രിയേറ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ബിക്കോസ് വി കനോട്ട് ഓൾവേസ് ഹിയർ ദ സ്പീക്കേഴ്സ് ടോൺ. അതായത് അദ്ദേഹം പറയാണ്, ദ വേർഡ് ഊഫ് എന്ന വാക്ക് എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഫസ്റ്റ് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കണ്ടംപ്ച്വസ് ആയിട്ട് തോന്നിയേക്കാം, അതായത് പുച്ഛിക്കുന്ന രീതിയിലാണെന്ന് തോന്നിയേക്കാം. പക്ഷേ അതിനൊരു അഫക്ഷനേറ്റ് റിയാക്ഷൻ എന്ത് വന്നുകൂടാ. ചിലർ പറയത്തില്ല ഉഫ് എന്തൊരു ക്യൂട്ടാന്നൊക്കെ പറയും. അപ്പോൾ അത് അങ്ങനത്തെ രീതിയിൽ ആയിക്കൂടെ എന്നാണ് അദ്ദേഹം ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ ഒരു സിംപ്ലി ആൻ എക്സ്പ്രഷൻ ഓഫ് സർപ്രൈസ് ആവാം. അപ്പോൾ അങ്ങനത്തെ രീതി പല രീതിയിലാവും. നമുക്ക് ആ ടോൺ അറിയില്ലല്ലോ, ഒരു ജസ്റ്റ് ഒരു
ടെക്സ്റ്റ് മെസ്സേജ് കാണുമ്പം. അപ്പോൾ ഇവിടെ അദ്ദേഹം അങ്ങനെയാണ് ഇപ്പം ഒന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ സ്പീക്കർ അഡ്മിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ശരിയാണ്, ഞാൻ പൈസ ഒരുപാട് സ്പെൻഡ് ചെയ്യും, ഞാൻ ഭയങ്കര ബാഡാണ് ആ കാര്യത്തിൽ. പക്ഷേ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഒരു സില്ലി ഹാബിറ്റാണ്, ഇതെൻ്റെ ഒരു വീക്ക്നെസ് ആണ്, പക്ഷേ ഇതല്ലേ എന്നെ ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, എൻ്റെ ഒരു ക്യൂട്ട് പേഴ്സൺ ആക്കുന്നത് എൻ്റെ ഈ സ്വഭാവം തന്നെ അല്ലേ എന്നാണ് നമ്മുടെ സ്പീക്കർ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ അതിന് യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് എൻഡിയറിങ് ഫോയിബിൾ. അതായത് the speaker even admits that he is really bad with money, although he prefers to think of this weakness as an endearing foible. അതായത് അദ്ദേഹത്തിനെ ചാമിങ് ക്യൂട്ടാക്കി മാറ്റുന്ന ഈ സില്ലി ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്സസ് അല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പിന്നെ പറയുകയാണ്, വാട്ട് ഹേർട്സ് ഇസ് ഡിസ്കവറിങ് ദാറ്റ് അനദർ പേഴ്സൺ ഡസ് നോട്ട് സീ ഹിം ഇൻ ദ ഫോർഗിവിംഗ് ആൻഡ് അഫെക്ഷനേറ്റ് വേ ദാറ്റ് ഹി സീസ് ഹിംസെൽഫ്. അദ്ദേഹം തന്നെ സ്വയം ചിന്തിക്കുന്ന പോലെ അല്ലല്ലോ ബാക്കിയുള്ളവർ കാണുന്നത് എന്ന് ഡിസ്കവറിയാണ് അദ്ദേഹത്തിനെ വിഷമിപ്പിക്കുന്നത്. ഇതിലൂടെയാണ് നമ്മളുടെ എസ്സേയുടെ ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തുന്നത്. അതായത് നമുക്ക് ഇങ്ങനത്തെ ഓരോരോ ഇൻസ്റ്റൻസസ് നമ്മുടെ ലൈഫിൽ നമ്മൾ സ്വയം അനുഭവിക്കുമ്പം നമുക്കൊരു റിയാലിറ്റി ചെക്ക് കിട്ടും. എന്താണ്? അതായത് വി ഓഫൺ ഇമാജിൻ ദാറ്റ് വി ഓക്കുപൈ എ മച്ച് ലാർജർ ആൻഡ് മച്ച് ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഇൻ അതർ പീപ്പിൾസ് മൈൻഡ് ദാൻ വി ആക്ച്വലി ഡു. അതായത് നമ്മൾ വിചാരിക്കും നമ്മൾ 2 ദിവസം ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നല്ലപോലെ വേണ്ടി, അപ്പം ഇവർ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ ലൈഫ് ആയിരിക്കും നമ്മളിങ്ങനെ വിചാരിച്ചേക്കാം. പക്ഷേ അതേപോലെ ആയിരിക്കുമോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ബിക്കോസ് നമുക്ക് ബാക്കിയുള്ള മൈൻഡ് വായിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം ഇവിടെ പറയുന്ന റിയാലിറ്റി ചെക്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ബാക്കിയുള്ളവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനോ അവരുടെ മനസ്സിൽ സ്പേസ് ഓക്കുപ്പൈ ചെയ്യാനോ ഡെലിബറേറ്റ് ആയിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾ അങ്ങനെയാണ് ഇമാജിൻ ചെയ്യുന്നത്, ജസ്റ്റ് ബിക്കോസ് വി ഫെൽ ദാറ്റ് വേ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വി ലൈക്ക് ടു ബിലീവ് ദാറ്റ് അതർ പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് അസ്, ഫോർഗീവ് അവർ മിസ്റ്റേക്സ് ആൻഡ് റിമെയിൻ ഓൺ അവർ സൈഡ്. അതായത് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന ആൾ നമ്മളുടെ സൈഡിൽ കാണും, നമ്മളെ മനസ്സിലാക്കും, നമ്മുടെ മിസ്റ്റേക്സ് ഒക്കെ പുറത്തു വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചേക്കാം. പക്ഷേ ഈ ആക്സിഡൻറ്റ് ഇമെയിൽ വന്നതിന് ശേഷം അദ്ദേഹം മനസ്സിലാക്കിയത് ഹീ ഈസ് സിംപ്ലി ജസ്റ്റ് അനദർ പേഴ്സൺ ഓൺ ദിസ് എർത്ത്. അതായത് ഈ ലോകത്ത് ഒരു ജസ്റ്റ് അനദർ പേഴ്സൺ, ബാക്കിയുള്ളവരെ പോലെ ഞാനും ഒരു മനുഷ്യൻ തന്നെയാണല്ലോ, അപ്പോൾ എന്നെക്കുറിച്ചും ആൾക്കാർ ഇങ്ങനെയൊക്കെ വിചാരിച്ചേക്കാം എന്നൊരു റിയാലിറ്റി അദ്ദേഹത്തിന് കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം അദ്ദേഹം പറയാണ്, പീപ്പിൾ ആർ ഫ്രീ ടു ഹാവ് ദെയർ ഓൺ ഒപ്പീനിയൻസ് അബൌട്ട് ഹിം ദാറ്റ് ഹി കനോട്ട് കൺട്രോൾ. ഓക്കെ, ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ട് എന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ദർ ഈസ് സംതിങ് എക്സിസ്റ്റൻഷ്യലി അലാമിംഗ് അബൌട്ട് ഡിസ്കവറിംഗ് ഹൗ ലിറ്റിൽ സ്പേസ് വി ഓക്കുപൈ ഇൻ ദ മൈൻഡ്സ് ഓഫ് അതേഴ്സ്. ഓക്കെ, in other words, we want to believe that we are important and positively remembered by everyone close to us. But the reality is that other people have their own perspectives, judgments and feelings. അതായത് നമ്മൾ വിചാരിച്ചേക്കാം ഇന്ന ആൾക്കാർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്, നമ്മളെ മനസ്സിലാക്കും, നമ്മളുടെ കൂടെ നിൽക്കും. പക്ഷേ നമ്മൾ വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും അവരുടേതായിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട്, അവർക്ക് അവരുടേതായ രീതിയിലുള്ള ജഡ്ജ്മെൻ്റ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2 സൈഡും നോക്കണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓതർ നമ്മളുടെ സ്പീക്കർ ആരെയും ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിക്കുമല്ല, ജസ്റ്റ് നമ്മളുടെ ലൈഫിലെ ഓരോരോ റിയാലിറ്റി നമുക്ക് മനസ്സിലാക്കി തരാണ്, ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയല്ല. 2 സൈഡിലും 2 രീതിയിൽ. ഇപ്പം ഈ സ്പീക്കറിനൊരു ആക്സിഡൻ്റൽ ഇമെയിൽ ലഭിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഫീൽ അടിക്കുന്നു. അപ്പോൾ അതേസമയം മറ്റുള്ള ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഏത് രീതിയിലൂടെ ആയിരിക്കാം ചിന്തിക്കുന്നതെന്നൊക്കെയാണ് നമുക്ക് ഈ എസ്സേയിലൂടെ മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പം ഒരു ഫിലോസഫിക്കൽ രീതിയിലേക്കാണ് എഴുതി പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ ലൈഫായിട്ട് ഉറപ്പായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു എസ്സേ ആണിത്. പിന്നീട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കാര്യങ്ങൾ, അതായത് ഈ ആക്സിഡൻ്റൽ ഇമെയിലിൽ, അതായത് ഒബ്വിയസ്ലി ഒരാളുടെ ബിഹൈൻഡ് ദ ബാക്ക് സംസാരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇൻ്റർനെറ്റ് വരുന്നതിന് മുമ്പേ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അതായത് ഇൻ്റർനെറ്റോ ഇമെയിലോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ആൾക്കാർ അവരെ പറ്റി മോശമായിട്ട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്ത് സംസാരിക്കുന്നതായാലും ആക്സിഡൻ്റലി ഓവർ ഹിയർ ചെയ്യാറുണ്ട് അവരുടെ കോൺവെർസേഷൻസ്. അപ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹം സ്വയം സിമ്പത്തറ്റിക് ആണ് അല്ലെങ്കിൽ ജനറസ് ആണെന്നൊക്കെ വിചാരിച്ച് ഇരുന്ന അദ്ദേഹം ബാക്കിയുള്ളവരുടെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള POV, അതായത് പോയിന്റ് ഓഫ് വ്യൂവിൽ അദ്ദേഹത്തിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് വിഷമമൊക്കെ ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം പറയാണ്, എന്നെക്കുറിച്ച് ശരിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചിലവർ പറയുന്നത് ഞാൻ ഓവർ ഹിയർ ചെയ്ത് കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ശരിയാണെങ്കിൽ പോലും എനിക്കതൊക്കെ കേട്ടപ്പോൾ എന്തോ ഒരു വിഷമം വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് പറയാണ്, ഓരോ കാര്യങ്ങൾ കേട്ടപ്പോഴും അറിഞ്ഞപ്പോഴും ഒക്കെ അദ്ദേഹത്തിന് എന്ത് റിയാക്ഷനാണ് വന്നതെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സിമിലർലി ഹി ഹാസ് read things written about himself that he could not necessarily criticize because they were accurate, yet they were still painful to read. He compares his experience to seeing a candid photograph of himself. അതായത് നമ്മളുടെ ഒരു ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫ് നമ്മളെടുത്ത് നോക്കുകയാണെന്ന് വെക്കുക. അപ്പോൾ ആ ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫിൽ നമ്മളുടെ റിയൽ ഫേസ്, നമ്മളുടെ വിയേർഡ് എക്സ്പ്രഷൻ, നമ്മൾ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് നിൽക്കുന്നത്
എന്നൊക്കെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നമുക്കൊരു ഓവർവ്യൂ കിട്ടും അല്ലേ, എങ്ങനെയായിരിക്കും നമ്മളെ ഫേസിൻ്റെ റിയാക്ഷന് എന്നൊക്കെ ഒരു ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫിൽ. അപ്പോൾ ആ ഒരു ഫോട്ടോഗ്രാഫുമായിട്ട് അദ്ദേഹം തൻ്റെ എക്സ്പീരിയൻസിനെ കമ്പയർ ചെയ്യുകയാണ്. A candid photograph can show you exactly how you look when you are not consciously presenting yourself to others. In the same way, hearing someone else's description of us can reveal a version of ourselves that we do not normally see. It proves that we are constantly being observed and interpreted by other people. അതായത് നമ്മളെ കാണുന്നത് പോലെ ആയിരിക്കില്ല. നമ്മളിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫ് തന്നെ സാധാ എടുക്കുകയാണെങ്കിലും നമ്മളതിനെ ചിരിക്കും. നമ്മളുടെ ഒരു ഫേസ് പ്രിറ്റിയസ്റ്റ് ആക്കുന്നത് എപ്പോഴും ചിരിച്ച് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുമ്പോൾ അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഫോട്ടോഗ്രാഫ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഫേസ് യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കുമെന്ന്. പക്ഷേ ഇൻ റിയാലിറ്റി കാൻഡിഡ് ഫോട്ടോഗ്രാഫ്സ് ഗീവ് അസ് ദ റിയാലിറ്റി ചെക്ക് ഹൗ വി ലുക്ക് ഓൺ സർട്ടൺ തിങ്സ്, സർട്ടൺ കാര്യങ്ങൾ നടക്കുമ്പോൾ ആ ഒരു കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിൻലി പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ നടന്നിട്ടുള്ള ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഈ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ ബിഹൈൻഡ് ദ ബാക്ക് പറഞ്ഞ കേട്ടതും ഈ കാൻഡിഡ് ഫോട്ടോഗ്രാഫും തമ്മിൽ അദ്ദേഹം ഒന്ന് കമ്പയർ ചെയ്യുകയാണ്. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് മൈ പോയിന്റ്. അതായത് മനസ്സിലായല്ലേ, കാൻഡിഡ് ഫോട്ടോഗ്രാഫിൽ നമ്മളുടെ റിയാലിറ്റി എങ്ങനെയാണോ നമ്മൾ ഇരിക്കുന്നത് പല സിറ്റുവേഷൻസിൽ അതാണ് കാണുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു വേർഷൻ ഓഫ് അവർ സെൽഫ് നമ്മൾ പോലും ചിലപ്പം കാൻഡിഡ് ഫോട്ടോഗ്രാഫിൽ അല്ലാതെ കാണാൻ പറ്റത്തില്ല. ഓക്കെ, അതാണ് ഇവിടെ പറയുന്ന പോയിന്റ്. പിന്നെ this realization naturally makes people embarrassed and angry. When we discover that someone has been making fun of us, our first reaction is often to call that person a hypocrite or a two-faced person. അല്ലേ, എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. ബിഗ് ബോസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ പറയും, ഇവൻ ടു ഫേസ്ഡ് ആണ്, ഇവന് മൾട്ടി ഒപ്പീനിയൻ ആണുള്ളത്, ഇവൻ എപ്പോഴും അങ്ങോട്ടും ഇപ്പുറത്തോട്ട് ചാടും എന്നൊക്കെ നമ്മൾ കേൾക്കാറുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇത്രയും പോസിറ്റീവായിട്ട് ഇത്രയും സൂപ്പറാണ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് പോയിട്ട് അദ്ദേഹത്തിന് തന്നെ ബിഹൈൻഡ് ദ ബാക്ക് വന്നിട്ട് കുറ്റങ്ങൾ പറയുന്ന കേട്ടപ്പോൾ അദ്ദേഹത്തിന് എന്താ തോന്നിയത്, ഫേസ്റ്റ് റിയാക്ഷൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു ഹിപ്പോക്രൈറ്റ് ആണ്, അതായത് തൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാത്തൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു ടു ഫേസ്ഡ് പേഴ്സൺ ആണ് എന്നൊക്കെയാണ് ഫേസ്റ്റ് റിയാക്ഷൻ നമുക്ക് തോന്നുന്നത്. ബിക്കോസ് വി തിങ്ക് ദാറ്റ് പേഴ്സൺ ഈസ് മേക്കിംഗ് ഫൺ ഓഫ് us. നമുക്ക് നാണക്കേട് വരും, ദേഷ്യവും വരും, എല്ലാത്തിനും ഒരു മിക്സ്ചർ ആയിട്ടുള്ള ഇമോഷനായിരിക്കും അപ്പോൾ വരുന്നത്. However, the speaker refuses to place himself above those people. He admits that we all make fun of one another, even the people we love. Someone can genuinely love a friend or a partner while also finding some of their habits ridiculous. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഇനി ഒരു റിയാലിറ്റി വീണ്ടും ഒരു ലൈഫിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം പറയാം. നമുക്കിപ്പോൾ ഒരാളെ ഇഷ്ടമാണെങ്കിൽ തന്നെ നമ്മുടെ ഫാമിലി ആവട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ആവട്ടെ, നമ്മുടെ ക്ലോസ് സർക്കിളുള്ള ആരെങ്കിലും ആവട്ടെ, നമ്മൾ ചിലരുടെ ഫോം ഓഫ് ലവ്, അവർ ഷോയിങ് ലവ് എന്ന് പറയുന്നത് ചിലപ്പോൾ ടീസിങ് ആയിരിക്കും. അവരെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ കളിയാക്കുക, അല്ലെങ്കിൽ അവരെ ടു മേക്ക് ഫൺ ഓഫ് അതേഴ്സ്, അവരുടെ ഫീലിങ്സ് ഒന്ന് ഹേർട്ട് ചെയ്യാതെ അവരെ ഫണ്ണായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വേ ഓഫ് എക്സ്പ്രസിങ് ലവ് ആണത് അല്ലേ. അപ്പോൾ അദ്ദേഹം ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില ആൾക്കാർ ഇൻ ഓർഡർ ടു എക്സ്പ്രസ് ദെയർ ലവ് കുറച്ച് കളിയാക്കലും കുറച്ച് മിക്സ്ചർ ആയിരിക്കും എല്ലാത്തിൻ്റെയും. അപ്പോൾ ജെനുവൻലി ഒരു ഫ്രണ്ട് വേറൊരാളെ അല്ലെങ്കിൽ പാർട്ട്ണറിനെ ഒക്കെ സ്നേഹിക്കുമ്പോൾ അവരുടെ ചില ഹാബിറ്റ്സ്, ശീലങ്ങൾ കൊള്ളത്തില്ല എന്ന് തോന്നിയാൽ അവരെ കളിയാക്കും അല്ലേ, അത് സ്വാഭാവികമാണ്. പീപ്പിൾ ആർ കോംപ്ലിക്കേറ്റഡ്. someone may be kind and generous at one moment and selfish or irritating at another. Therefore, criticizing or laughing at someone's flaws does not automatically mean that we do not love them. അതായത് നമ്മൾ ഹ്യൂമൻ ബീങ്സ് എല്ലാവരും ഓരോ രീതിയിൽ ഫ്ലോഡ് ആണ് അല്ലേ. അതായത് നമുക്ക് ഓരോരോ കുറ്റങ്ങളും കുറവുകളൊക്കെ കാണും. നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ നല്ലത് മാത്രമാകാൻ എന്ന് പറ്റത്തില്ല ആ ഒരു രീതി. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് ഒരേ സമയത്ത് കൈൻഡും ജനറസും ആവാൻ പറ്റുമെങ്കിൽ സെൽഫിഷും ഇറിറ്റേറ്റിങ്ങും ആവാൻ പറ്റും വേറൊരു മൊമെൻറ്റിൽ. അപ്പം നമ്മൾ ഈ ഒരു കാര്യങ്ങളെ ക്രിട്ടിസൈസും ചിരിച്ച് കളയുന്നതിന് പകരം നമ്മൾ മറക്കരുത് ഈ കാര്യം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ അവരെ സ്നേഹിക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് നമ്മളിപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കളിയാക്കുന്നുണ്ട്, ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് വി ഡു നോട്ട് ലവ് ദം. ദാറ്റ് ഇസ് ദ പോയിന്റ് ദാറ്റ് ഹി ഈസ് ട്രൈങ് ടു കൺവേ ത്രൂ ദീസ് ലൈൻസ്. ഓക്കെ, ഇതിന് ശേഷം സ്പീക്കർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞിട്ടോ മോക്കിംഗ് അതേഴ്സ്, അതായത് ബാക്കിയുള്ളവരെ കളിയാക്കുക. ബാക്കിയുള്ളവരെന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ മെയിൻലി ഫ്രണ്ട്സ്. ഓക്കെ, ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പ് ഇങ്ങനെയൊക്കെ വരുമ്പം നമ്മളൊരാളെ കളിയാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഇൻറ്റിമസി ആയേക്കാം. നമ്മളിപ്പോൾ ഒരാളെക്കുറിച്ച് നല്ലപോലെ കളിയാക്കി സംസാരിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ ഒരു വ്യക്തി നല്ലതുപോലെ അറിയാം, നമ്മൾ നല്ലപോലെ ആ വ്യക്തിയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഫ്രണ്ട്സ് മേ ലാഫ് അബൌട്ട് സം വൺ ബിഹൈൻഡ് ദെയർ ബാക്ക് ബിക്കോസ് ദേ ഷെയർ ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പേഴ്സൺസ് ഹാബിറ്റ്സ് ആൻഡ് പേഴ്സണാലിറ്റി. അപ്പം ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നല്ലതുപോലെ അറിയാം എന്നതുകൊണ്ടാണ് അദ്ദേഹം കളിയാക്കുന്നതും എല്ലാം ചെയ്യുന്നതും അല്ലേ. പക്ഷേ അദ്ദേഹം ഇതിൻ്റെ അകത്ത് വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ഫോം ഓഫ് കളിയാക്കലും ഇറ്റ് ഇസ് നോട്ട് പ്ലസൻ്റ് ആയിട്ടുള്ള കാര്യം. ദെയർ ആർ സർട്ടൺ തിങ്സ് വേ ഓഫ് മോക്കറി വിച്ച് മേ ഹേർട്ട് അതേഴ്സ് അല്ലേ. അതായത് ആൾക്കാരെ വളരെ മോശമായിട്ട് പറഞ്ഞേക്കാം. ഫോർ എക്സാമ്പിൾ, അദ്ദേഹം പറയുകയാണ് ഹൈസ്കൂളിൽ അദ്ദേഹത്തിനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു.
അപ്പോൾ ആ പെൺകുട്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവളുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് താഴെയുള്ളവരെ എപ്പോഴും കളിയാക്കുകയും ചെയ്യുമായിരുന്നു. എപ്പോഴും എന്ന് വെച്ചാൽ എപ്പോഴും. പക്ഷേ ആ പെൺകുട്ടിക്ക് കളിയാക്കുന്ന പെൺകുട്ടിക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു. പക്ഷേ ഇവൻച്വലി ആ പെൺകുട്ടി ഈ കാര്യം അറിഞ്ഞപ്പോൾ ഷി വാസ് ഫോഴ്സ്ഡ് ടു കൺഫ്രണ്ട് ആൻ അൺപ്ലസന്റ് ട്രൂത്ത് അബൌട്ട് ഹേഴ്സെൽഫ്. എന്താണ് ആ കളിയാക്കിക്കൊണ്ട് നടന്നത്, അതായത് ആ ആറ്റിറ്റ്യൂഡ് കാണിച്ചുകൊണ്ടിരുന്ന ആ കുട്ടി മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ ഷി വാസ് ദ കൈൻഡ് ഓഫ് പേഴ്സൺ ഹു റെഗുലർലി മോക്ക്ഡ് അതേഴ്സ്. ദസ് ഹിയറിംഗ് വാട്ട് അതേഴ്സ് സേ അബൌട്ട് അസ് ക്യാൻ സംടൈംസ് റിവീൽ തിങ്സ് അബൌട്ട് അവർ ഓൺ ക്യാരക്ടർ ദാറ്റ് വി ഹാവ് റെഫ്യൂസ്ഡ് ടു റെക്കഗ്നൈസ്. അതായത് ആ പെൺകുട്ടി എത്രത്തോളം ഇവിടെ മറ്റ് സോഷ്യലി താഴ്ന്ന സ്റ്റേറ്റസ് ഉള്ള കുട്ടിയെ കളിയാക്കി നടന്നപ്പം ആ കുട്ടി സ്വയം റിയലൈസ് ചെയ്യാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവളുടെ തന്നെ ഓൺ ക്യാരക്ടറാണ് പുറത്ത് വരുന്നത്. അത്രത്തോളം ഒരു ക്രൂവൽ മൈൻഡഡ് ആയിട്ടുള്ള വ്യക്തിയാണ് അവളെന്ന റിയലൈസേഷൻ അവൾക്ക് വരികയാണ്. പക്ഷെ അത് അവൾ തന്നെ സ്വയം റെക്കഗ്നൈസ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല ആ ഒരു സമയത്ത്. ആ കുട്ടി വിചാരിച്ചിരുന്നത് ഞാനല്ലേ സോഷ്യലി സുപ്പീരിയർ, അതുകൊണ്ട് തന്നെ ഐ നീഡ് ടു സീം ഫണ്ണി കൂൾ അങ്ങനെയൊക്കെ തോന്നുന്നതാണ് ആ കുട്ടി ആഗ്രഹിച്ചത്. ബട്ട് ഇൻ റിയാലിറ്റി ഷി വാസ് ഹേർട്ടിങ് ദ ഫീലിംഗ് ഓഫ് എ പേഴ്സൺ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്, അവരുടെ തന്നെ ക്ലാസ്സിലൊരു വ്യക്തിയായിരുന്നല്ലോ. ആ ഹൈസ്കൂളിലെ ഇൻസിഡൻ്റ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എല്ലാ ഫോം ഓഫ് കളിയാക്കലും വിറ്റ് ഇസ് നോട്ട് ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള കാര്യം. അതിന് പല രീതികളുണ്ടെന്ന്. ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തെ രീതി എന്ന് പറയുന്നതാണ് നമുക്കൊരു വ്യക്തിയെ നല്ലതുപോലെ അറിയാം എന്നതുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ആ പേഴ്സണാലിറ്റി, അവരുടെ ഹാബിറ്റ്സ്. അതുകൊണ്ടാണ് നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് കളിയാക്കുന്നത്. പക്ഷേ വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാളെക്കുറിച്ച് അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, മെൻ്റലി ഇമോഷണലി ഡൗൺ ആക്കുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ആ പറയുന്ന വ്യക്തിയുടെ തന്നെ സ്വയം ക്യാരക്ടറാണ് റിവീൽ ആയിക്കൊണ്ടിരിക്കുന്നത്. സോ അതാണ് ഇവിടെ മെയിനായിട്ട് ഓതർ വെക്കാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്. പിന്നീട് ഇതിൻ്റെ അകത്ത് ക്രെയ്ഡർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ്. ഹി ഇൻട്രൊഡ്യൂസസ് ദ ഐഡിയ ഫ്രം 12 സ്റ്റെപ്പ് റിക്കവറി പ്രോഗ്രാം. അതായത് ബാക്കിയുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഇറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ്. അത് നമ്മളെ നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനീഷ്യലി അദ്ദേഹം സ്വയം പറയാണ് ഹി ഫൈൻഡ്സ് ദിസ് ഐഡിയ ഓൾമോസ്റ്റ് അബ്സർഡ് ബിക്കോസ് പീപ്പിൾ നോർമലി കെയർ എനോമസ്ലി അബൌട്ട് വാട്ട് അതേഴ്സ് തിങ്ക് ഓഫ് ദം. അതായത് ആദ്യം അദ്ദേഹത്തിന് ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കും നമ്മളിങ്ങനെ ചെയ്താൽ ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും, എന്ത് വിചാരിക്കും, അവരെ തെറ്റായിട്ട് ചിന്തിക്കും എന്നൊക്കെ നമ്മൾ ആദ്യം തോന്നിയേക്കാം. പക്ഷേ നമ്മളെപ്പോഴും ആ സമയത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ റെപ്യൂട്ടേഷൻ ഒക്കെ നല്ല രീതിയിൽ നിർത്താനേ നമ്മൾ നോക്കുന്നുള്ളൂ. സോ വി ട്രൈ ടു കോൺസ്റ്റൻ്റ്ലി ഫിറ്റ് ഇൻ ടു ദ നോംസ് ഓഫ് ദ സൊസൈറ്റി. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന എന്താണ്, വി വോണ്ട് പീപ്പിൾ ടു റെസ്പെക്റ്റ് അസ്, നമ്മൾ അഡ്മയർ ചെയ്യണം, നമ്മളെ സീരിയസ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഒക്കെ വരാമെന്ന് വെച്ചോ, ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു യങ് ടീനേജർ വിചാരിക്കുന്നത് എന്താ, നമ്മൾ ഭാവിയിൽ ആ കുട്ടിക്ക് ആ ഒരു നമ്മളുടെ എക്സ് പാർട്ട്ണറിന് ഒരു റിഗ്രറ്റ് ഉണ്ടാവണം, നമ്മളെ നഷ്ടമായിട്ടില്ല എന്നൊക്കെയല്ലേ നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ അത്രത്തോളം നല്ലൊരു വ്യക്തി ആവണം എന്ന് നമ്മൾ ഇൻഡയറക്റ്റ്ലി ആഗ്രഹിക്കും. അതായത് ബാക്കിയുള്ളവർ നമ്മളെക്കുറിച്ച് നല്ല ചിന്തിക്കണം, എന്നാലേ ബാക്കിയുള്ളവർക്ക് ഇങ്ങനത്തെ റിഗ്രറ്റും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അതേപോലെ തന്നെ ക്രിട്ടിക്സ്, നമ്മളെ വർക്ക്സ് മോശമാണെന്ന് പറയുന്ന ആൾക്കാരാണല്ലേ, പക്ഷേ അവർക്ക് പോലും അവർ ചെയ്ത് തെറ്റാന്ന് തോന്നിപ്പിക്കണം. അങ്ങനെയൊക്കെ വരുത്താനാണ് നമ്മളെപ്പോഴും നോക്കുന്നത്. ആൻഡ് പീപ്പിൾ ഹു മോക്ക് ഡസ് ടു റിഗ്രറ്റ് ഡൂയിങ് സോ. അതായത് നമ്മളെ കളിയാക്കുന്നവരെ ഭാവിയിൽ അവരെ റിഗ്രറ്റ് ചെയ്യിപ്പിക്കാനൊക്കെ നമ്മളുടെ ക്യാരക്ടർ വെച്ച് നമ്മൾ അത്രത്തോളം നല്ലതാവാനാണ് നമ്മൾ നോക്കുന്നത്. അതായത് സൊസൈറ്റി എന്ത് ചിന്തിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉൾക്കൊണ്ട് പോകുന്ന ആൾക്കാരാണ് മനുഷ്യന്മാർ നമ്മൾ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രെയ്ഡർ ഹ്യൂമറസ്ലി ഡിസ്ക്രൈബ്സ് ദിസ് ആസ് ഡൂയിങ് PR ആൻഡ് സ്പിൻ കൺട്രോൾ ഫോർ അവർ സെൽസ്. വി ബിഹേവ് ആസ് ടു മാനേജിങ് അവർ റെപ്യൂട്ടേഷൻ ഈസ് വൺ ഓഫ് അവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജോബ്. അപ്പോൾ അദ്ദേഹം ഇതിനെ ഹ്യൂമറസ് ആയിട്ട് എന്തൊരു PR സ്പിൻ കൺട്രോൾ എന്ന് പറയുകയാണ്. കാരണം നമ്മളെപ്പോഴും നമ്മളുടെ ഒരു രീതിക്കല്ല ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ ബാക്കിയുള്ളവർ നമ്മളെക്കുറിച്ച് നല്ലത് മാത്രമേ ചിന്തിക്കാവൂ എന്ന രീതിയിലാണ് ജീവിക്കുന്നത്. നമ്മളുടെ റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും അതാണ് നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയ എയിം എന്ന രീതിയിലാണ് ചിലവർ ജീവിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പിന്നീട് അത് പറയുകയാണ്, ഹി ദെൻ കമ്പയർസ് ദിസ് ആറ്റിറ്റ്യൂഡ് ടു ദ സൈക്കോളജി ഓഫ് ഡിക്റ്റേറ്റേഴ്സ്. ഡിക്റ്റേറ്റേഴ്സ് എന്ന് പറയുന്നത് രാജാക്കന്മാരാണ്. അപ്പോൾ ഡിക്റ്റേറ്റേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അവരുടെ സൈക്കോളജി എന്തായിരിക്കും, അവരെപ്പോഴും വിചാരിക്കുന്നത് അവർക്കെപ്പോഴും ലോകം മുഴുവനും കൺട്രോൾ ചെയ്യണം, അവർ പറയുന്നത് മാത്രമല്ല അനുസരിക്കണം, കേൾക്കണം. ആൻഡ് അവരുടെ ഏതൊരു മൈന്യൂട്ടായിട്ടുള്ള കാര്യം പോലും ഡിസഗ്രി ചെയ്യുകയാണെങ്കിൽ അവർക്കത് അവരുടെ ഈഗോയെ നല്ലതുപോലെ ഹേർട്ടാവും. അതായത് അവരുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് അവർ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്നൊക്കെയല്ലേ. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റാണ് ഇവിടെ ഇനി നമ്മളുടെ സ്പീക്കർ പറയുന്നത്. ഡിക്റ്റേറ്റേഴ്സ് ഓഫൻ ബിലീവ് ദാറ്റ് എവ്രി വൺ ഷുഡ് സപ്പോർട്ട് ദം ആൻഡ് ദ ഡിസഗ്രിമെൻറ്റ് is a form of betrayal. Traders suggest that our personal desire to make everyone love and respect us contains a smaller version of the same irrational desire for the total control. അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ സൊസൈറ്റി നമ്മളെക്കുറിച്ച് നല്ലത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല വ്യക്തിയാവും എന്നൊരു കാര്യം. അപ്പോൾ അതിനെ കുറിച്ചിട്ട് അദ്ദേഹം ഇവിടെ ഒരു കമ്പാരിസൺ വെക്കുകയാണ്. അതായത് നമ്മളും ഈ ഡിക്റ്റേറ്റേഴ്സിൻ്റെ സൈക്കോളജി ഓഫ് മൈൻഡ് തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല.
ഡിക്റ്റേറ്റേഴ്സും വിചാരിക്കുന്നത് എല്ലാവരും അവരെ പുകഴ്ത്തണമെന്നും നമ്മളും വിചാരിക്കുന്ന എല്ലാവരും നമ്മളെയും പുകഴ്ത്തണമെന്നുമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. Of course, we cannot control what other people think. Some people will like us, some will dislike us, and some will misunderstand us. Trying to control all of these opinions is impossible. അതായത് എല്ലാവരുടെ ഒപ്പീനിയൻ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചിലർ നമ്മൾ ഇഷ്ടപ്പെടും, ചിലർ നമ്മൾ ഇഷ്ടപ്പെടില്ല, ചിലർ നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ എല്ലാം തിരുത്തിക്കൊണ്ട് പോകാൻ നമുക്ക് എവിടുന്ന സമയം എന്നൊക്കെയാണ് നമ്മളുടെ ഓതർ ഇൻഡയറക്ട്ലി നമുക്ക് പറഞ്ഞു തരുന്നത്. സോ നമ്മളുടെ മൈൻഡ് സെറ്റ് നമ്മൾ അങ്ങനെ ഡിക്റ്റേറ്ററിനെ പോലെ ആക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നീട് പറയുന്നത് അൺകണ്ടീഷണൽ ലവിനെ കുറിച്ചിട്ടാണ് നമ്മുടെ സ്പീക്കർ സംസാരിക്കുന്നത്. ഹി സേസ് ദാറ്റ് വി ഓഫൻ മിസ്അണ്ടർസ്റ്റാൻഡ് അൺകണ്ടീഷണൽ ലവ് ആസ് മീനിങ് ദാറ്റ് someone who loves us should not see anything negative about us. അല്ലേ, നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം എന്താണ്, നമ്മളെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നമ്മളെക്കുറിച്ച് ഒരു കുറ്റവും പറയാൻ പാടില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അതാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് നമ്മൾ കരുതും. പക്ഷെ ശരിക്കും അതാണ് അൺകണ്ടീഷണൽ ലവ്. നമ്മളുടെ തെറ്റും കുറവുകളും നമ്മളുടെ ഓരോ ഫ്ലോസും നമ്മളുടെ ഓരോ ഇംപെർഫെക്ഷൻസൊക്കെ മനസ്സിലാക്കി നമ്മളെ കൂടെ നിന്ന് നമ്മളെങ്ങനെയാണ് ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നവരല്ലേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പീപ്പിൾ. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് ഇവിടെ സ്പീക്കർ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹി സേസ് ദാറ്റ് നമ്മളെപ്പോഴും അൺകണ്ടീഷണൽ ലവിനെ മിസ്അണ്ടർസ്റ്റുഡ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം നമ്മളെപ്പോഴും വിചാരിക്കുന്നതാണ് someone who loves us should not see anything negative about us. But genuine love actually means almost the opposite to this. To truly love someone is to know their irritating qualities, weaknesses, contradictions, and absurdities and still care about them. This is why he calls Donald Barthelmess asking, "Do I want to be loved in spite of?" The question suggests that there is something deeper about being loved despite its imperfections than being loved because someone has an unrealistic perfect image of you. അതായത് ഒരാളുടെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഐഡിയൽ ആയിട്ടുള്ള ഇമേജ് ആണ് ഉള്ളത്. പക്ഷേ നമ്മൾ ആളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ചിലപ്പം നമുക്ക് ആ വ്യക്തി അറിയാത്തൊരു സിറ്റുവേഷനിലായിരിക്കും. പക്ഷേ നമ്മളൊരു വ്യക്തിയുടെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ക്വാളിറ്റീസും വീക്ക്നെസ്സസും അവരുടെ ഓരോ അബ്സർഡിറ്റീസ് ഓരോരോ മറ്റ് രീതിയിലുള്ള സ്വഭാവങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും കെയർ ചെയ്യുന്നുണ്ടെങ്കിലും അതിനെയാണ് ജെനുവിൻ ലവ് എന്ന് അദ്ദേഹം പറയുന്നത്. അത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡൊണാൾഡ് ബാർട്ട്ലമിൻ്റെ ഒരു കൊട്ടേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡു ഐ വോണ്ട് ടു ബി ലവ്ഡ് ഇൻ സ്പൈറ്റ് ഓഫ്. ഓക്കെ, അത് ആ ഇംപെർഫെക്ഷൻസിലൂടെ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ ലവേഴ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹം സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്രീഡർ ദെൻ പോയിന്റ്സ് ഔട്ട് അനദർ ഇമ്പോർട്ടൻറ്റ് ഹ്യൂമൻ വീക്ക്നെസ്. വി ഗീവ് അവർ സെൽസ് മോർ സൈക്കോളജിക്കൽ കോംപ്ലക്സിറ്റി ദാൻ വി ഗീവ് അതർ പീപ്പിൾ. വി നോ ദാറ്റ് വി അവർ സെൽസ് ആർ കോംപ്ലിക്കേറ്റഡ്. നമുക്ക് സ്വയം അറിയാം നമ്മൾ സ്വയം എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണെന്ന്. നമുക്കറിയാം നമ്മൾ എന്തുകൊണ്ടാണ് ബാഡായിട്ട് ബിഹേവ് ചെയ്തത് ഓൺ എ പെർട്ടിക്കുലർ ഡേ എന്നൊക്കെ അല്ലേ. നമുക്കറിയാം നമ്മൾ സമയത്ത് പല സ്വഭാവത്തിലായിരിക്കും നിൽക്കുന്നത്, പല രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. We know our intentions, our fears and our circumstances. But when someone else behaves badly towards us, we often judge them more simply. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ റിയൽ ലൈഫിൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ദിവസം ഒരാളുടെ മോശമായിട്ട് ചിന്തിച്ചു, എന്നിട്ട് മോശമായിട്ട് പെരുമാറി, എന്നിട്ട് നമ്മൾ സ്വയം ചിന്തിക്കുകയാണ്, എൻ്റെ മൂടപ്പം ശരിയല്ലായിരുന്നല്ലോ, ഞാനപ്പോൾ ആ കാര്യം മാത്രമാണല്ലോ അറിഞ്ഞത്, അതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങനത്തെ രീതിയിൽ ബിഹേവ് ചെയ്തേ നമ്മൾ സ്വയം പറഞ്ഞേക്കാം. പക്ഷേ അതേ സ്വഭാവം നമ്മളത് വേറൊരു വ്യക്തി നമ്മളത് പെരുമാറി അത്രത്തോളം കൊള്ളാത്ത രീതിയിൽ പെരുമാറി നമ്മൾ ഒബ്വിയസ്ലി എന്താ വിചാരിക്കും, ഇന്നയാൾ എന്തൊരു കൊള്ളാത്ത വ്യക്തിയാണ്, ഇങ്ങനെ എന്തിനാണ് ബിഹേവ് ചെയ്തതെന്നൊക്കെയല്ലേ. അപ്പോൾ ആ ഒരു പോയിന്റാണ് ഇവിടെ വെക്കുന്നത് ഓതർ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ ഒരു കാര്യം നടക്കുന്നത് നമ്മളുടെ ഇൻറ്റൻഷനും നമ്മളുടെ പേടിയും നമ്മളുടെ സർക്കംസ്റ്റാൻസസ് എല്ലാം അറിഞ്ഞേക്കാം. But when someone else behaves badly towards us, we often judge them and with much more simplicity. We may think that person is horrible without considering that they too may contain kindness, insecurity, generosity, anger, selfishness and many contradictory qualities. Crader argues that other people are just as complicated as we are. Someone can be genuinely fond of us and still occasionally be annoyed with us. Someone can criticize us and still care about us. എന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈൻസ് ആണല്ലേ. എന്താ കറക്റ്റ് അല്ലേ? നമ്മുടെ റിയൽ ലൈഫിലും ചിലപ്പോൾ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കും, പക്ഷെ അവർക്ക് നമ്മുടെ ചില ക്വാളിറ്റീസ്, ചില കാര്യങ്ങൾ, ചില ഹാബിറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടായികയായിട്ട് വരാം. പക്ഷെ അത് ഓക്കെയാണ്, കാരണം ദാറ്റ് ഇസ് ഹൗ അവർ ലൈഫ് വർക്ക്സ്, റൈറ്റ് അല്ലേ? ചില സമയത്ത് നമുക്കൊരു വ്യക്തി ഹൊറിബിളായിട്ട് തോന്നിയിരിക്കാം, പക്ഷേ അതേ വ്യക്തി തന്നെ ചില സമയത്ത് കൈൻഡ്നെസ്സും ബാക്കിയുള്ള അവരുടെ ട്രേറ്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമുക്കൊരു ഡിഫറെൻറ്റ് ഒപ്പീനിയനാണ് അവരെക്കുറിച്ച് വരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ കോംപ്ലിക്കേറ്റഡ്. അതേപോലെ തന്നെയാണ് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരും. അവരും നമ്മളെപ്പോലെ മനുഷ്യർ തന്നെയാണ്, അവരും അതുകൊണ്ടാണ് അങ്ങനത്തെ രീതിയിൽ പെരുമാറുന്നത്. ഓക്കെ, പിന്നീട് അദ്ദേഹം ഒരു അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള സ്റ്റെയർ കേസ് ആലോചിക്കുകയാണ്, ഇമാജിൻഡ് ബൈ വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെയർ കേസിനെ പറ്റിയിട്ട്. അപ്പോൾ ആ സ്റ്റെയർ കേസിൽ ഒരാൾ ഡിസെൻഡ് ചെയ്ത് അണ്ടർഗ്രൗണ്ടിലോട്ട് പോകുമ്പോൾ
അവർക്ക് എന്താ അവരെ പറ്റിയിട്ട് ഇന്ന പേഴ്സൺ പറഞ്ഞിട്ടുള്ള എല്ലാ പോസിറ്റീവ്സും നെഗറ്റീവ്സും ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നെഗറ്റീവ്സും പോസിറ്റീവ്സും പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനുള്ള ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെയർ കേസാണ് അത്. അപ്പോൾ നമുക്ക് ആ എല്ലാ റെക്കോർഡിങ്സും കേൾക്കുമ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ ഒരു ഫ്രൈറ്റനിങ് പാർട്ട്, അതായത് നമുക്ക് കുറച്ച് പേടിയൊക്കെ ആവും അല്ലേ. കാരണം നമ്മൾ എന്താ വേസ്റ്റ് ഓഫ് ഓൾ കാര്യങ്ങൾ കേൾക്കേണ്ടി വരും. അതേപോലെ തന്നെ കോംപ്ലിമെൻറ്റ്സ് കേൾക്കും, പക്ഷേ കോംപ്ലിമെൻറ്റ്സ് ഒക്കെ ബോട്ടം താഴെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പകുതി എത്തുമ്പോൾ തന്നെ നമ്മൾ പേടിച്ച് ചിലപ്പോൾ അവിടെ വിട്ട് ഓടിയേക്കാം. ബിക്കോസ് നമ്മൾ അത്രത്തോളം കുറ്റങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ആ ഒരു സമയം ആകുമ്പോൾ തന്നെ. ദ ഫ്രൈറ്റനിങ് പാർട്ട് ഇസ് ദാറ്റ് വൺ വുഡ് ഹാവ് ടു ഹിയർ ദ വേർസ്റ്റ് തിങ്സ് ഡെസ്പൈറ്റ് ഹാഡ് സെഡ് ബിഫോർ റീച്ചിങ് ദ കോംപ്ലിമെൻറ്റ്സ് അറ്റ് ദ ബോട്ടം. Craig says that he could probably only descend a few steps because hearing all the negative things would be unbearable. Yet he understands that the logic of imaginary staircase. If we want the rewards of being loved, we must accept the pain of being known. ഓക്കെ, ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എസ്സേയാണ്. സീരിയസ്ലി നമുക്ക് നമ്മളുടെ ലൈഫായിട്ട് എപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റും. ഓരോ വരികളും ഓരോ പാരഗ്രാഫ്സും എന്തോരം ഫിലോസഫിക്കലായിട്ടുള്ള എന്താ പല മനുഷ്യരുടെ ഒരു പേഴ്സ്പെക്റ്റീവ്സ് അവരുടെ പെർസെപ്ഷനെ കുറിച്ച് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു എസ്സേയാണ്. ഓക്കെ, ഇൻ സിമ്പിൾ മാനർ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് എല്ലാ വ്യക്തികൾക്കും അവരെക്കുറിച്ച് ബാക്കിയുള്ളവർ എന്താണ് ലവ്ഡായിട്ട് അഡ്മയർ ചെയ്യണം, അവരെ മനസ്സിലാക്കണം എന്നൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ഇമേജ് എപ്പോഴും കൺട്രോൾ ചെയ്യാൻ തോന്നും, അതായത് നല്ലതിലേക്ക് മാത്രം ഒതുങ്ങുന്ന രീതിയിൽ. അപ്പോൾ വി വുഡ് പ്രിഫർ പീപ്പിൾ ടു സീ അവർ ഗുഡ് ക്വാളിറ്റീസ്. ഹൗവർ ജെനുവിൻ റിലേഷൻഷിപ്പ് ഡു നോട്ട് വർക്ക് ദാറ്റ് വേ. To be genuinely loved means that someone knows our weakness and contradictions and still chooses to care about us. Therefore, the essay is ultimately not simply about the gossip or embarrassing emails. It is about the difficult relationship between self-image and reality. Okay. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു തീംസ് നോക്കാം. തീംസ് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചിട്ട് പറയാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നല്ലതുപോലെ തന്നെ ഈ എസ്സേ മനസ്സിലായിട്ടുണ്ടാകാം. ഓക്കെ, ഫസ്റ്റ് വൺ തീംസ് എന്ന് പറയുന്നത് ഹ്യൂമൻ പെർസെപ്ഷൻ. നമുക്ക് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് ഹൗ വി സീ അവർ സെൽസ് ആൻഡ് ഹൗ അതേഴ്സ് സീ അസ്. അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് എസ്സേയിൽ നല്ലപോലെ കാണാൻ പറ്റും. പിന്നെ ഗോസിപ്പ് ആൻഡ് പ്രൈവറ്റ് ഒപ്പീനിയൻസ്, പിന്നെ സെൽഫ് ഇമേജ്, ലവ് ആൻഡ് ഇംപെർഫെക്ഷൻസ്, പിന്നെ ഹിപ്പോക്രസി, ഹ്യൂമൻ കോംപ്ലക്സിറ്റി, പ്രൈവസി ഇൻ ദ ഡിജിറ്റൽ എറ ആൻഡ് ബീയിങ് നോൺ, അല്ലേ, നമ്മളെല്ലാവരും അറിയണം എന്നുള്ള കാര്യം. പിന്നെ ഇത് നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും എഴുതാൻ പറ്റും. ബിക്കോസ് ഇതിൻ്റെ മെയിൻ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ നല്ല ഈസിയാണ് ആൻഡ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്ത് വെക്കാനും പറ്റും. ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ, you love this lecture, and if you like this video please do hit the like button and do subscribe. കമൻ്റ് ഒക്കെ ഇട്ടാലേ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകത്തുള്ളൂ ആൻഡ് മോട്ടിവേഷൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് വരത്തുള്ളൂ. I hope you like this video. Thank you.